ഹലോ ഗൈസ്, രാവിലെ 6:30 നേരം. ഞാനിന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, അത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട്ടേക്കാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള ചില കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്ന് ഈ ഒരു വ്ളോഗിൽ ഉണ്ടായിരിക്കുക. കൊല്ലംകോട് കാണാനുള്ള ആഗ്രഹം കൊണ്ടും രാവിലെ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയോണ്ടും കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ എൻ്റെ വയറ് കത്താൻ തുടങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനും കണ്ട് ഒരു ഗംഭീര ബ്ലോക്കും കഴിഞ്ഞ് നല്ലൊരു മഴയും പെയ്ത് നനഞ്ഞ് പാലക്കാടിൻ്റെ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. തനിനാടൻ ഓലമേഞ്ഞ വീടുകളും ചെറിയ ചായക്കടകളും ചുള്ളിക്കൊമ്പ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വേലിയും പിന്നെ നിഷ്കളങ്കരായ കുറേ മനുഷ്യരുള്ള ഒരു നാട്ടിൻ പ്രദേശം. ഞാനീ നിൽക്കുന്ന കടയിൽ രണ്ടമ്മമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെന്നോട് ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ അവരോട് താമരപ്പാടത്തേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാനും ചോദിച്ച് മനസ്സിലാക്കി. ഇന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്. പാലക്കാട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. നമ്മുടെ സ്വന്തം കൊല്ലങ്കോടാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നും പറയാല്ല, എൻ്റെ പൊന്നു മോനെ, വേറെ റേഞ്ചാണ് ഇവിടെ. അത്രയും ഒരു എന്താ പറയുക, കോൺഫിഡൻസ് കിട്ടുന്നൊരു അറ്റ്മോസ്ഫിയറും സന്തോഷമുള്ളൊരു സ്ഥലം. ഒന്നും പറയാല്ല. ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇവിടേക്ക് വന്നു നോക്കുക. വേറെ ലെവലാണ്. എന്താ പറയുക, നിങ്ങൾക്ക് വേറെ പോയില്ലേ? ഇവിടെ സ്ഥലമാണ് ഗൈസ്, ഒന്നും പറയല്ല. എന്താ പറയാ, നിനക്ക് ജാതി വ്യൂ ഒക്കെ അവിടെ നാട്ടിലുണ്ടായിട്ടാണ് വന്നത്. കേരളം തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള ഗ്രാമമാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത്. കൊല്ലങ്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് കൊല്ലങ്കോട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാണാൻ കൊതിക്കുന്ന പാടവും വയലും മലകളും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രദേശത്തെ വശ്യമായ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഒരു മഴ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അല്പസമയം കൊണ്ട് തന്നെ ആ ആഗ്രഹം സാധിച്ചു. അങ്ങനെ ഒരുപാട് നേരം പ്രകൃതി ഭംഗി ആസ്വദിച്ചു നടന്നു. ഒരുപാട് ആളുകളോട് സംസാരിച്ചു. കുറേ സമയം ചെലവഴിച്ചു.